ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന വീഡിയോ ഇതാക്കണ്ട ചക്കേൻ്റെ മരത്തിൻ്റെ ചോട്ടിലേക്കാണ് എൻ്റെ പോക്ക്. അപ്പോൾ നമുക്ക് ചക്കേൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്ന് പറയാം. അതേപോലെ ചക്ക പിന്നെ എങ്ങനെ എന്തെല്ലാം ഉണ്ടാക്കാന്ന് കുറേ സംഭവം ഉണ്ടാക്കാം. കുറച്ച് സംഗതികൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മൂക്കാത്ത ചക്ക കേട്ടോ. മൂക്കാത്ത ചക്കയാകുമ്പോൾ നമുക്ക് അരിഞ്ഞിട്ടിട്ട് പുഴുങ്ങിയെടുക്കുകയെല്ലാം ചെയ്യുക, എന്നാലും അത് മൂക്കട്ടെ. പക്ഷെ മൂത്ത ചക്ക ഇതൊക്കെ ഉണ്ടാ ഈ ഒരു പാകമാകുമ്പോൾ ചക്ക മൂത്തുക്ക് നമുക്ക് മനസ്സിലാവാം. പിന്നെ ചക്കക്ക് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട്. ചക്കയിൽ ധാരാളം വിറ്റാമിൻ സി ഉണ്ട്, അതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂട്ടും. പിന്നെ ഫൈബർ ഉണ്ട്, അത് കൂടുതലാണ് ചക്കയിൽ, അതുകൊണ്ട് നമുക്ക് ദഹനം നന്നാവും. എനിക്ക് ചക്കക്കൊരു ഉമ്മ കൊടുക്കാനെല്ലാം തോന്നും ചില സമയം. പിന്നെ അതുപോലെ നമ്മളെ ഹാർട്ടിൻ്റെ ഹെൽത്ത് കാത്ത് സൂക്ഷിക്കും. പിന്നെ ക്ഷീണം മാറും, എനർജി കിട്ടും. പിന്നെ പച്ച ചക്ക പുഴുങ്ങിയത്, പഴുത്തതല്ല കേട്ടോ, പച്ച ചക്ക പുഴുങ്ങിയത് ഡയബറ്റീസ് ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക് അത് നിയന്ത്രിക്കാൻ സഹായിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ചക്കക്ക്. പഴുത്ത ചക്കയും കട്ടൻ ചായയും കുടിക്കുക ഭയങ്കര ടേസ്റ്റല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ചിലവർക്ക് ഇതിനെക്കൊണ്ട് കളിക്കാൻ ഭയങ്കര മടിയാ. പക്ഷെ മടി നമ്മൾ വിചാരിക്കരുത്. ഈ ചക്ക, പഴുത്ത ചക്ക സ്നാക്സ് ഉണ്ടാക്കുക, നല്ല പഴംപൊരി പോലെ. പിന്നെ അതേപോലെ ഇത് കണ്ട, ഇതുപോലെ ചക്ക വരട്ടിയത് ശർക്കരയിൽ, പഴുത്ത ചക്ക നന്നായിട്ട് ഉടച്ചെടുത്ത് ശർക്കരപ്പാനിയും ഏലക്കായ്പ്പൊടിയും നെയ്യെല്ലാം ഇട്ടിട്ട് ഇതിങ്ങനെ കുറുക്കി എടുത്തിട്ട് ഒരു ഹലുവേൻ്റെ പാകത്തിലെല്ലാം ആക്കിയിട്ട് അങ്ങനെ കഴിക്കാം. പിന്നെ ഇപ്പോൾ ചക്കേൻ്റെ ഒരു സീസണാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ നിങ്ങൾ ചക്ക കാണുന്നിടത്തുനിന്ന് നിങ്ങൾ ഒഴിഞ്ഞ് മാറിക്കളയരുത്. അതൊന്ന് പറിച്ചെടുത്ത് പിന്നെ നമ്മളെ എങ്ങനെയെങ്കിലും വേവിച്ചിട്ടോ അല്ലാണ്ടോ നമ്മളെ വയറ്റിലാക്കുക നോക്കണം. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും ഗുണങ്ങളുള്ള നമ്മളെ പറമ്പിലുള്ള സാധനത്തിന് നമ്മൾ എന്തിനാ വെറുതെ കളയുന്നത്. പിന്നെ ഇതാണ് ചക്ക പിന്നെ എന്ത് ചെയ്യുന്നത്, സ്നാക്സ് ഉണ്ടാക്കുന്ന ഉള്ളിവടയെല്ലാം പൊരിക്കൂലേ, കുറച്ച് മൈദ, കുറച്ച് കടലക്കപ്പൊടി, കുറച്ച് വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, എന്നിട്ട് മൈദയും എല്ലാം കൂട്ടി കുഴച്ച് ഉപ്പെല്ലാം ഇട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. ഇനി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെല്ലാം പല പല സംഗതി ചക്കകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചക്കയൊന്നല്ല ഇഷ്ടം, ഇത് അൽഫാം, മറ്റേ മന്തി, അങ്ങനത്തെ എല്ലാം. പക്ഷെ നിങ്ങളെ കുട്ടികൾക്ക് ഇതുപോലത്തെ സ്നാക്സുകളെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എന്നിട്ട് എന്താക്കുക, അവരെയും കൂടി ഹെൽത്ത് നോക്കുക. ഇത് നമ്മൾ പഴംപൊരി പൊരിക്കും പോലെ പൊരിച്ചെടുത്ത ചക്ക. ഇതിൽ മൈദയും ഒരു മുട്ടയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കായും ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുത്തിട്ട് അതിലിങ്ങനെ ഓരോ ചക്കേൻ്റെ പീസും ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ ചക്കക്കുരു മുരിങ്ങയോ ഇട്ടിട്ട് കറി വെച്ചാൽ എന്താ പറയുക, പറയാൻ വാക്കുകളില്ല. ചക്കക്കുരു കറിയും ചോറും പിന്നെ ഇങ്ങനെയല്ല, ചക്കക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചക്കേനെ കാണുമ്പോൾ ഇനി ഓടിക്കളയരുത്. പെണ്ണുങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ചക്ക പുഴുങ്ങിയ കുറച്ച് പണി, അതിൻ്റെ അതിങ്ങനെ ആ മടലെല്ലാം പോക്കി അതിങ്ങനെ അരിഞ്ഞിട്ട്. പക്ഷേ എന്നാലോ അതിന് കുറച്ചൊന്ന് മെനക്കേട്ടാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. പിന്നെ ഇതാണ് ചക്ക പുഴുങ്ങിയത്. ഇത് പുഴുങ്ങിയതിന് വേഗം കൈയൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞളും കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് കുറച്ച് തേങ്ങയും കാന്താരിമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടി ഒരു ചമ്മന്തിയാക്കി ഉണ്ടാക്കിയിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് കടുകും വറ്റൽമുളകും ഇട്ടിട്ട് വറവിട്ടെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് മീൻ മുളകിട്ടതോ അല്ലെങ്കിൽ ഒരു ഉണക്ക മീനോ ഉണ്ടെങ്കിൽ സംഭവം കുശാലി. അപ്പോൾ എല്ലാവരും മടിയെല്ലാം മാറ്റി വെച്ചിട്ട് നല്ല ഉഷാറായിട്ട് ചക്ക കൊയ്തെടുക്കുക. എന്നിട്ട് ചക്ക ഇതുപോലെ പലതരം ഐറ്റംസ് ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ കഴിക്കുക. പിന്നെ എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ, ടാറ്റാ.